നമസ്കാരം, നിസാമാണ് ആൻഡ് വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. മക്കളെ, നമ്മുടെ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ടെൻസ് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ടെൻസും നമുക്ക് എന്ത് ചെയ്യാനില്ല, പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ടെൻസസ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് വരുന്ന ടെൻസസിന് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടോ? പെട്ടെന്ന് ഈ ടെൻസാണ് ഇവിടെ ചോദിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കീവേഡുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണോ എന്ന് പറയാൻ കൂടിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ടെൻസസ് എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ഒരു 4 സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന 4 ടെൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുകൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് തന്നെയാണ്. സൂര്യൻ ഭൂമി കറങ്ങുന്നു. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫാക്റ്റാണ്. ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, എല്ലാ കാലത്തും ഒരേപോലെയുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സൽ ഫാക്റ്റുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കൊടുക്കണം. അപ്പോൾ സയൻറ്റിഫിക് ഫാക്റ്റ്, യൂണിവേഴ്സൽ ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയായിരിക്കും. സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഡു വേർബ് അല്ലെങ്കിൽ ഡസ് വേർബ്, അതായത് സിംഗുലർ ആണെങ്കിൽ എസ് ഫോം അല്ലെങ്കിൽ നോർമൽ വേർബ്. അപ്പോൾ ഇവിടെ എർത്ത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫാക്റ്റ് ആണോ നോക്കുക, സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, മിസ്റ്റർ ജോൺ ലെറ്റേഴ്സ് എവ്രി ഡേ. ഇവിടെ കീവേഡ് ഉണ്ട്. കീവേഡ് എന്ന് പറഞ്ഞാൽ എവ്രി ഡേ. എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാബിറ്റ്. ഒരു ഹാബിറ്റാണത്. അപ്പം ഹാബിറ്റുകൾ പറയാനും നമ്മൾ എന്താ കൊടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഹാബിറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഹായിക്കാനായിട്ട് വന്നുള്ളൊരു സാധനമാണ് എവ്രി ഡേ എന്നുള്ളത്. എവ്രി ഡേ മാത്രം നോക്കിയാൽ മതിയോ? ഇല്ല, എവ്രി ഡേ പോലെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓൾവേസ് നിങ്ങൾക്ക് സെൻറ്റൻസിൽ കാണുകയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്. യൂഷ്വലി സാധാരണ, സംടൈംസ് ഇടക്കിടക്ക്, ഓഫൺ, ദെൻ നെവർ. ചില സമയത്ത് നെവർ വരും. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാലും അതൊരു ഹാബിറ്റാ. ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്. അപ്പോൾ ഓൾവേസ്, യൂഷ്വലി, സംടൈംസ്, ഒക്കേഷണലി, ഓഫൺ, നെവർ പോലുള്ള കീവേഡുകൾ നിങ്ങൾ സെൻറ്റൻസിൽ കാണുകയാണെങ്കിൽ അവിടെ ഉറപ്പിച്ചോ അതൊരു ഹാബിറ്റ് അവിടെ പറയാൻ പോകുന്നത്. ഹാബിറ്റ് പറയുമ്പോൾ എന്ത് ചെയ്യുക, സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് എവ്രി ഡേ. അപ്പോൾ കീവേഡുകൾ ഇതാണ്: എവ്രി ഡേ, യൂഷ്വലി, ഓൾവേസ്, സംടൈംസ്, നെവർ പോലുള്ള കീവേഡുകളാണ് നിങ്ങൾ നോക്കി വെക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സൽ ഫാക്റ്റ് ഈ ഒരു സാധനം, ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാറ്. അപ്പോൾ ആ കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടാ. യെസ്. ഇനി അടുത്തത്, ഷീ യൂഷ്വലി വിയേഴ്സ് സാരി. നോക്ക് നിങ്ങൾ, യൂഷ്വലി സാധാരണ, അതുകൊണ്ട് അവിടെ വിയേഴ്സ് എന്ന് കൊടുത്ത സാരി. ബട്ട് നൗ, അപ്പോൾ കീവേഡ് കിട്ടി. നൗ, ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീവേഡാണ്. അപ്പോൾ നിങ്ങൾ നൗ, റൈറ്റ് നൗ തുടങ്ങിയിട്ടുള്ള സാധാരണ നൗ വരാറ്. റൈറ്റ് നൗ പോലുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പിച്ചു അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആ കൊടുക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് വരിക, സ്ട്രക്ചർ എങ്ങനെയാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ഈസ് അല്ലെങ്കിൽ ആർ സബ്ജക്റ്റിന് ശേഷം, എന്നിട്ട് വേർബ് പ്ലസ് ING കൊടുക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആർ, അതിനുശേഷം വേർബ് പ്ലസ് ING. ഷീ യൂഷ്വലി വെയേഴ്സ് സാരി ബട്ട് നൗ ഷീ ഈസ് വിയറിങ് പാൻസ് എന്ന് പറയുന്ന സാധനമാണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ദെൻ അടുത്ത നോക്ക് നിങ്ങൾ, ഡോണ്ട് ഡിസ്റ്റർബ് ദ ഗേൾ, ഷീ ഡാഷ് ഇൻ ദ റൂം. ഇവിടെ കീവേഡ് ഒന്നുമില്ല, ബട്ട് നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ഇറങ്ങി നോക്കും നിങ്ങൾ. ഡോണ്ട് ഡിസ്റ്റർബ്, കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോണ്ട് പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നൗ എന്നുള്ളത് ഇൻസൈഡ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ അവൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാ ഷീ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദ റൂം. അപ്പം നൗ അല്ലെങ്കിൽ ഓൾറെഡി ഇംപ്ലോയിഡ് ആയിട്ട് അതിൻ്റെ അകത്ത് നൗ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കണം ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്നുള്ളത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സബ്ജക്റ്റ്
സിംഗുലർ ആണെങ്കിൽ ഈസ്, പ്ലൂരൽ ആണെങ്കിൽ ആറ്, അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള വേർബിൻ്റെ കൂടെ ING കൂടെ ചേർത്താൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ പരിപാടി ട്ടോ. ഇനി നമുക്ക് അടുത്തയിലേക്കാണ് പോകുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പ്രീത ഡാഷ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് വീക്ക്. എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ ആ ഒരു കീവേഡ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതാ? ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് നോക്ക് നിങ്ങൾ. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയൊരു സമയം, കഴിഞ്ഞു പോയൊരു സംശയം. അപ്പം നിങ്ങൾ കാണാണ് യെസ്റ്റർഡേ, ഇന്നലെ എന്ന് കാണാണ്. നിങ്ങൾ ലാസ്റ്റ് മന്ത്, ഇൻ 1994, അങ്ങനെ പാസ്റ്റ് സമയം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ എന്ന് പറയുന്ന കീവേഡ് എന്ന് പറയുന്നത് പാസ്റ്റിലെ ഒരു സമയം, എക്സാക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പാസ്റ്റിലെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. സിമ്പിൾ പാസ്റ്റ്, അതായത് V2 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈസ് മീറ്റിംഗ് കൊടുക്കാൻ പറ്റൂല, പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല. ഹാസ് മെറ്റ് കൊടുക്കാൻ പറ്റൂല, ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ദെൻ മീറ്റ്സ് കൊടുക്കാൻ പറ്റൂല, പ്രസൻറ്റ് പാസ്റ്റ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കീവേഡ് നമ്മുടെ സെൻറ്റൻസ്. ഇതാണ് സ്ഥിരമായിട്ട് കേട്ടിട്ട് പരീക്ഷയിൽ വരിക. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾക്ക് ഒരു 4 സെൻറ്റൻസുകൾ തരും. ഈ 4 സെൻറ്റൻസുകൾ ഏതാണ് ഗ്രാമാറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, പാസ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റാണ് നമ്മൾ കൊടുക്കുക. പാസ്റ്റ് ടൈം ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ പോലുള്ള ലാസ്റ്റ് ഇയർ 1994 കഴിഞ്ഞു പോയൊരു സമയം പറയുകയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഇനി അടുത്തയിലേക്ക് പോവാണേ. ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ. ദ ബെൽ എന്തോ ആയിട്ടുണ്ട്. ബിഫോർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീവേഡ്. മുന്നേ. ഐ റീച്ച് ദ സ്കൂൾ, ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ. ഐ റീച്ച്ഡ് ദ സ്കൂൾ, ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ ബെല്ല് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റിക്ക് മുന്നേ മറ്റൊരു ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ, അതായത് ഒരു ആക്ടിവിറ്റിക്ക് മുന്നേ, ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് എത്തുന്നതിന് മുന്നേ ബെല്ലടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ആ രണ്ടാമത്തെ ആക്ടിവിറ്റി ആക്ച്വലി നടക്കുന്നത് എന്തിനാണ്? നമ്മൾ പറയുന്ന ആക്ടിവിറ്റിക്ക് മുന്നേ ആണ്. അങ്ങനെ മുന്നേ ഒരു ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇതാണ് PSC പരീക്ഷയിൽ, അതുപോലെ കേട്ടറ്റ് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരാറ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡിന് ശേഷം വേർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഇത് ഓർപ്പിച്ചു. അപ്പോൾ 2 ആക്ടിവിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ 2 ആക്ടിവിറ്റി ഉണ്ടാവും. ഇതിലെ കീവേഡ് എന്ന് പറഞ്ഞാൽ ബിഫോർ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 2 ആക്ടിവിറ്റി ഉണ്ടാവും. 2 ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 വേർബ് ഉണ്ടാകും. 2 ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതിലൊന്ന് മറ്റൊന്നിന് മുന്നേ ആയിരിക്കും നടക്കുക. അപ്പോൾ ആദ്യം നടക്കുന്നത് ഫസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 കൊടുക്കുന്നത്. അതായത് രണ്ടാമത് നടക്കുന്ന സാധനത്തിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. 2 വേർബ് ഉണ്ടോ നോക്കുക ആദ്യം തന്നെ. പാസ്റ്റിൽ നടക്കുന്ന വേർബിനെ പറയാണോ എങ്കിൽ ഉറപ്പിക്കുക എന്ത്, ഇവിടെ ഒന്ന് സിമ്പിൾ പാസ്റ്റിലും ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, സ്കൂളിൽ റീച്ച് ചെയ്തു എന്ന് പറയുന്ന ഒരു വേർബ്, ബെല്ലടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേർബ്. 2 വേർബ്. അതിലെ ആദ്യത്തെ വേർബ് എന്ന് പറയുന്നത് നടക്കുന്നത് ബെല്ലടിക്കുകയാണ്, അതുകൊണ്ട് ഹാഡ് പ്ലസ് V3 ഹാഡ് റങ് കൊടുത്തു. റീച്ച്ഡ് രണ്ടാമത് നടക്കുന്നതാണ്, അതുകൊണ്ട് റീച്ച്ഡ് എന്ന് കൊടുത്തു. സോ അതാണ് ഇതിൻ്റെയും കീവേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 ടെൻസുകളാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകൾ വരാറ്. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ്, അതിൽ യൂണിവേഴ്സൽ ഫാക്റ്റിനേക്കാൾ കൂടുതൽ വരിക ഈ യൂഷ്വലി, ഓഫൺ, ഓൾവേസ്, എവറി ഡേ, എവറി സൺഡേ തുടങ്ങിയിട്ടുള്ള സാധനമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഹാബിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക, അത് കൊടുക്കുക. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസിന് നൗ എന്ന് പറയുന്ന ഒരു ഐഡിയ വരും. നൗ എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കുക പ്രസൻറ്റ് കണ്ടിന്യൂസ്. പിന്നെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിമ്പിൾ പാസ്റ്റിലെ ഒരു സമയം കൊടുക്കും. പാസ്റ്റിലെ സമയം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക യെസ് സിമ്പിൾ പാസ്റ്റ് ആണ്, V2 കൊടുക്കേണ്ടത്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. 2 വേർബുകൾ ഉണ്ടാകും, 2 ആക്ടിവിറ്റി ഉണ്ടാകും, അതിലൊന്ന് മറ്റൊന്നിന് മുന്നേ നടന്നത്. അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഹാഡിന് ശേഷം വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് വരുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള 4 ടെൻസുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം പെട്ടെന്ന് കേട്ടോ. യെസ്, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഹീ ഡാഷ് നൗ
so he can't answer the phone. He dash now, so he can't answer the phone. എന്തായിരിക്കും വരിക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ നൗ എന്നാ കൊടുത്തത് അല്ലേ? അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റൂല? ഫോൺ എടുക്കാൻ പറ്റൂല. ഡ്രൈവ്സ്, ഡ്രോവ്, ഈസ് ഡ്രൈവിംഗ്, ഹാസ് ഡ്രിവൺ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഹീ ഈസ് ഡ്രൈവിംഗ് നൗ. അടുത്തത്, മൈ പാരൻസ് ഡാഷ് പാരീസ് ലാസ്റ്റ് മന്ത്. മൈ പാരൻസ് dash Paris last month. Have visited, will have visited, visited, has visited. ലാസ്റ്റ് മന്ത് എന്ന് കണ്ടു, കഴിഞ്ഞ മാസം. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് കൊടുക്കുന്നു, വിസിറ്റ്. അടുത്തത്, when we got home last night we found that somebody dash into the flat. നോക്കണം നിങ്ങൾ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ. പക്ഷേ അതിൻ്റെ മുന്നേ ആരോ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആക്ടിവിറ്റി എത്തുന്നു, ഞങ്ങൾ വീട്ടിലെത്തിക്കുത്തുന്നു, അതിന് മുന്നേ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടായിരുന്നു, ആരോ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ബ്രോക്കൺ ഇൻ ടു ദ ഫ്ലാറ്റ് എന്നുള്ളതാണ് സ്വതോത്തിൽ. ഇനി അടുത്ത ചോദ്യം നോക്ക് നിങ്ങൾ. ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ഇറ്റ് ഡാഷ് റെയിനിങ്. ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ഇറ്റ് ഡാഷ് റെയിനിങ്. ബൈ ദ ടൈം വി റീച്ച്ഡ്. ബൈ ദ ടൈം നോക്കണേ, നിങ്ങളൊരു കീവേഡാ, ബിഫോർ പോലെ തന്നെയാണ്. ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്കണം നിങ്ങൾ, ബൈ ദ ടൈം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മഴ തുടങ്ങുക എന്ന് പറയുന്നത് എത്തുന്നതിന് മുന്നേ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഹാഡ് സ്റ്റാർട്ടഡ് അല്ലേ? ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ഇറ്റ് ഹാഡ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്നുള്ളതാണ് വരുന്നത്. അടുത്ത ചോദ്യം, ഷീ ഡാഷ് ടീ ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ് എന്താണ്? അവൾ മോർണിംഗിൽ സാധാരണ എന്താണ്? ചായ കുടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് കൊടുക്കും, ഷീ ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. നോർമലി അവൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പാസ്റ്റുമായി ബന്ധപ്പെട്ട് യാതൊരു നമുക്കവിടെ കൊടുക്കാനില്ല. അപ്പോൾ നമ്മളെന്ത് കൊടുക്കും? ഷീ ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. അടുത്തത്, ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. ഞാൻ സാധാരണ നോക്കണം, യൂഷ്വലി ഡ്രിങ്ക്. ബട്ട് ടുഡേ, ഇന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എന്താണ്? നൗ എന്നുള്ള ഐഡിയ കിട്ടുന്നത്. ഐ ആം ഡ്രിങ്കിങ് കോഫി. സാധാരണ ഞാൻ ടീയാ കുടിക്കാറ്, അതുകൊണ്ട് അവിടെ യൂഷ്വലി ഡ്രിങ്ക് എന്ന് കൊടുത്തത്, സിമ്പിൾ പ്രസൻറ്റ്. എന്നാൽ ഇന്ന് ഞാൻ എന്താണ്? ചായ അല്ലെങ്കിൽ കോഫിയാ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിയോ? നൗ എന്നുള്ള ഐഡിയ കിട്ടുന്നു. ഇനി അടുത്തത്, ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. സണ്ണുണ്ട്, ഈസ്റ്റിലാണ്. എന്ത് കൊടുക്കാം? സൺ റൈസസ് അല്ലേ? യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, വി ഡാഷ് ഓൾ യെസ്റ്റർഡേ. വി ഡാഷ് ഓൾ യെസ്റ്റർഡേ. യെസ്റ്റർഡേ വി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ. ഇന്നലെ മുഴുവൻ ഞങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, മൈ മദർ നെവർ ഡാഷ് എ ലൈ. നെവർ, ഒരിക്കലും. ഒരിക്കലും എന്ന് പറഞ്ഞാലും അത് ഹാബിറ്റാണ്. ഒരിക്കലും ചെയ്യില്ല, എല്ലായ്പ്പോഴും ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരിക്കലും ചെയ്യില്ല, അതും ഹാബിറ്റാണ്. അപ്പം മൈ മദർ നെവർ ടെൽസ് എ ലൈ. ഇനി ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഹി ഡാഷ് ഓൾറെഡി ഈറ്റൻ വെൻ ഐ കോൾഡ്. വെൻ, ഞാൻ വിളിച്ചപ്പോൾ അവൻ ഓൾറെഡി ഈറ്റൻ, കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾറെഡി എന്ന് പറഞ്ഞ കീവേഡ് കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഹാഡ് ഓൾറെഡി ഈറ്റൻ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഈ 4 ടെൻസ് കൃത്യമായിട്ട് നോക്കി വെച്ച് പോവുക. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും നമ്മുടെ കേട്ടറ്റ് പരീക്ഷയ്ക്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റാണ്. അതാണ് നിങ്ങൾ മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ടെൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഈ നമ്മുടെ പാസ്റ്റിൽ ഒരു സമയം കൊടുത്തിട്ട് ഏതാ ടെൻസ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് അതാണ്. അപ്പോൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പം ഇതുപോലെയുള്ള ഗ്രാമർ വൊക്കാബുലറി ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും തുടരണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് കൂടെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് വീഡിയോസ് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.